കഥയുടെ ആരംഭത്തിൽ കഥാനായികയായ ലോങ്ങിനെയാണ് കാണിക്കുന്നത്. അവൾ തെരുവോരങ്ങളിൽ പടക്കങ്ങൾ വിൽക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു കപ്പിളിനെ കണ്ടതും അവർക്കത് വിൽക്കാൻ നോക്കുമ്പോൾ അവരുടെ പടക്കത്തിന് വില കൂടുതലാണ്. ഓൾറെഡി അവർ ഒരു പടക്കം വാങ്ങിച്ചിട്ടുണ്ട്, അതും അവൾ പറഞ്ഞ പ്രൈസിന് കുറച്ച്. ഇത്രയും വില കിട്ടാൽ ആരും വാങ്ങില്ലെന്ന് പറഞ്ഞ് അവർ വാങ്ങാതെ പോയി. ഇവിടെ മറുഭാഗത്ത് കഥാനായകനായി ഹീറോയെ ഒരു കൂട്ടം ആൾക്കാർ ഹീറോയെ കൊല്ലാൻ ശ്രമിക്കുന്നു. കൊട്ടേഷൻ കൊടുത്തത് മറ്റാരുമാകില്ല, ഹീറോയുടെ അനന്തരവനാണ്. ഹീറോയെ കൊന്നാൽ മാത്രമാണ് ഹീറോയുടെ സ്ഥാനം കൈക്കലാക്കാൻ പറ്റൂ. പക്ഷേ ഹീറോയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. എന്നാൽ അതുവഴിയാകും ലോയിങ് പടക്കങ്ങൾ വിൽക്കാൻ വരുമ്പോൾ ഹീറോയെ ഒരു കൂട്ടം ആൾക്കാർ വളഞ്ഞത് കാണുന്നത്. ഇവൾ പിന്നെ വേറൊന്നും നോക്കില്ല, എന്തായാലും വിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ പടക്കം കത്തിച്ച് ഹീറോ രക്ഷിക്കാനായി വരുന്നു. ഇത് കാണുന്ന ഹീറോ ഞെട്ടി. ഈ കൊച്ചുകുട്ടി എന്താണ് ഇവിടെ ചെയ്യുന്നത്? 30 വർഷത്തോളം ഹീറോ കൊല്ലാൻ വരുന്നവരെ എതിർത്തിട്ടേ ഉള്ളൂ. ഇതാദ്യമായിട്ടാണ് ഒരാൾ അവനെ രക്ഷിക്കാനായിട്ട് ഓടി വരുന്നത്. കൊല്ലാൻ വന്നവരും തീയിൽ നിന്ന് ഭയന്ന് ഓടിപ്പോകുന്നു. ശേഷം അവൾ ഹീറോയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രി കിടന്നിട്ട് നാളെ പോയാൽ മതി എന്ന് പറയുമ്പോൾ അവനും നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. അവൾക്കാകെ ഉള്ളത് മുത്തശ്ശനാകും, കൂടെ ഒരു പട്ടിയും. അവൾ വന്നതറിഞ്ഞ് മുത്തശ്ശൻ പുറത്തേക്ക് വരുന്നു. മുത്തശ്ശനോട് ഇന്ന് ഞാനൊരു കൂട്ടം ദുഷ്ടന്മാരെ കണ്ടുമുട്ടി, ഇയാളെ രക്ഷിക്കാൻ പടക്കം ഉപയോഗിച്ചു, അവരെല്ലാവരും ഓടിച്ചെന്ന് പറയുന്നു. ഇന്ന് രാത്രി ആളിവിടെ താമസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ രക്ഷിച്ച ആളെ കാണുമ്പോൾ ഷോക്കായി. കാരണം ഹീറോയുടെ അച്ഛൻ്റെ വലങ്കൈയായിരുന്നു അവളുടെ മുത്തശ്ശൻ. അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം റോങ് ഫാമിലി വിട്ട് പോകേണ്ടി വന്നു. അപ്പോഴാണ് മുത്തശ്ശനെ കണ്ടത് ഹീറോ ഒരു കാര്യം ഓർക്കുന്നത്. അവൻ്റെ അച്ഛൻ അവൻ്റെ അനന്തരനുമായി ഈ മുത്തശ്ശൻ്റെ കൊച്ചുമകളുമായി വിവാഹം കുട്ടിക്കാലത്ത് നിശ്ചയിച്ചായിരുന്നു. അപ്പോൾ അവനെ രക്ഷിച്ച പെൺകുട്ടി മറ്റാരുമല്ല, ഹീറോയുടെ അനന്തരൻ്റെ ഭാവി ഭാര്യയാണെന്ന് ചിന്തിച്ച് എൻ്റെ അനന്തരൻ എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചു, പക്ഷേ അവൻ്റെ ഭാവി ഭാര്യയാണ് എന്നെ രക്ഷിച്ചത്. അപ്പോഴാണ് ഹീറോയുടെ മനസ്സിൽ തൻ്റെ അനന്തരനോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് മുത്തശ്ശൻ ഹീറോയെ കണ്ടതും കാലിൽ വീഴുന്നു. ഹീറോ മുത്തശ്ശനോട് ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടന്നോട്ടെന്ന് ചോദിച്ചതും മുത്തശ്ശൻ അതിനിപ്പോൾ എന്താ, ഞങ്ങളുടെ ഈ വീട്ടിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ താമസിക്കാമെന്ന് പറയുമ്പോൾ അവൾ ഹീറോയെ റൂം കാണിക്കാനായി കൊണ്ടുപോയി. മുത്തശ്ശൻ ഹീറോയെ കണ്ടതും മനസ്സിലായി ഫാമിലിയിൽ തന്നെ ഹീറോയെ കൊല്ലാൻ തന്നെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടുള്ളത്. അങ്ങനെ ലൂയങ് റൂമൊക്കെ കാണിക്കുമ്പോൾ ഹീറോ അവനെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. ഇവളും അതിന് കാര്യമില്ല, എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി, ഞങ്ങൾ തൊട്ടടുത്ത് കാണും എന്ന് പറഞ്ഞവൾ പോയി. അവൾ പോയതും ഹീറോ തൻ്റെ സെക്രട്ടറിയെ വീഡിയോ കോൾ ചെയ്യുന്നു. മാസ്റ്റർ ഷിങ്ങിൻ്റെ എല്ലാ ഗാർഡ്സുകളെയും പിടികൂടി തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ മുത്തശ്ശൻ ഹീറോയിനെ മാറ്റി നിർത്തി ഹീറോയിൻ്റെ അനന്തരനായിട്ടും അവളുമായിട്ട് വിവാഹ നിശ്ചയം ചെറുപ്പത്തിൽ തന്നെ നിശ്ചയിച്ചാണ്. അത് നിറവേറ്റാനുള്ള സമയമായി. ഇത് കേൾക്കുമ്പോൾ ഇവളും ഇത്രയും പെട്ടെന്നോ? പഴയ യജമാൻ മരിച്ച ശേഷം യങ് മാസ്റ്ററും 9ാമത്തെ യജമാനും അതിനായി പോരാടിയിരുന്നു. ഈ വിവാഹ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ മരിച്ചുപോയ മാസ്റ്ററിന് ശാന്തി കിട്ടില്ല. പക്ഷെ വാക്ക് കൊടുത്തതാണ്, അത് പാലിച്ചു തീരൂ എന്നായപ്പോൾ ഇവള് ശരി, റോങ് ഫാമിലിയിലേക്ക് പോകാമെന്ന് സമ്മതിച്ചു. റോങ് കുടുംബത്തിലെ യുവ യജമാനെ ഞാൻ വിവാഹം കഴിക്കും. റോങ് ഫാമിലി തലവൻ ഹീറോ ഒരു കൂറൂനാണെന്ന് കേട്ടിട്ടുണ്ട്. മുത്തശ്ശന് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അവൾ ഹീറോയുടെ റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. ഇവൾ ചെന്ന് നോക്കുമ്പോൾ ഹീറോ ഷർട്ടൊക്കെ മാറ്റി ബ്ലഡൊക്കെ തുടച്ച് മാറ്റുകയാണ്. ഇവളും അകത്തേക്ക് കയറി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചൂടെ, നിന്നെ രക്ഷിച്ചത് ഞാനാണ്, അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാനല്ലേ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവൾ ബ്ലഡൊക്കെ തുടച്ചു കൊടുത്തു. പക്ഷെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഒരുപാട് പരിക്കും കാണുമ്പോൾ ആളുകൾ എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്? പണം മോഷ്ടിച്ചാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊള്ളയടിക്കാനാണോ നോക്കിയത്? ഞാനത് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു പോയേനെ. ഹീറോ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ തിരിച്ചു പോയി എൻ്റെ കുടുംബാംഗങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരും, അത് നിനക്ക് തരുന്ന വാക്കാണെന്ന് പറയുമ്പോൾ ഇവൻ ഉദ്ദേശിച്ചത് വിവാഹം കഴിക്കാനാണോ? പക്ഷെ അവൾ എനിക്ക് ഇതിനകം തന്നെ ഒരു വിവാഹം കഴിക്കാനാകുമെന്ന് കരുതി. എനിക്ക് ഇതിനകം തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇതുവരെ നീ വിവാഹം കഴിച്ചിട്ടില്ലേ? ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ നിന്നോട് ദയ കാണിക്കേണ്ടി വരും. ഇവളുടെ പെരുമാറ്റം കാണുമ്പോൾ ഹീറോയ്ക്ക് തനിക്ക് പറ്റിയ ഒരു പെണ്ണാണെന്ന് മനസ്സിലാവുകയാണ്. ശേഷം ഹീറോ അവൻ്റെ അനന്തരനെ കൊല്ലാനായിട്ട് പോകുന്നു. തിരിച്ചു വരുമ്പോൾ അവളെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോകണം എന്ന് മനസ്സിൽ പറയുകയാണ്. ഇവിടെ ലൂയൻ പെട്ടിയൊക്കെ റെഡിയാക്കി അവൾക്ക് അവൻ ഇന്നലെ പറഞ്ഞ കാര്യമാകും മനസ്സിൽ പിറുപിറുത്തു കൊണ്ടുവരുമ്പോൾ ഹീറോ പോയ കാര്യം മുത്തശ്ശൻ പറയുന്നു. അവിടെ നോക്കി നിൽക്കാതെ റോങ് ഫാമിലിയിലേക്ക് വേഗം പൊക്കോ. ഇവളും മുത്തശ്ശനോട് യാത്ര പറഞ്ഞിറങ്ങി. ഇവിടെ റോങ് ഫാമിലിയിൽ അനന്തരൻ മരിച്ച കാര്യം സെർവൻ്റ് വന്ന് പറയുക.
സത്യത്തിൽ അവൻ മരിച്ചിട്ടില്ല. ഹീറോയെ കൊല്ലാൻ വിട്ട ഒട്ടുമിക്ക എല്ലാ ഗാർഡ്സുകളെയും ഹീറോയുടെ ആൾക്കാർ പിടികൂടി. ഇനി അവന് രക്ഷപ്പെടാൻ കഴിയുന്ന ഏക മാർഗം മരണം മാത്രമാണ്. അതുകൊണ്ട് വ്യാജ മരണം ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചാൽ ഡോക്ടർമാർക്ക് പോലും വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. ഹൃദയമിടിപ്പോ പൾസോ ഇല്ല. ഒരു മൃതദേഹം പോലെ തണുത്ത് കിടക്കും. 24 മണിക്കൂറേ നീണ്ടു നിൽക്കും. പക്ഷെ അമ്മ അതിനോട്ട് സമ്മതിച്ചില്ല. അവന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. രാജമരണ വാർത്ത പ്രചരിച്ചാൽ മുത്തശ്ശൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിപ്പിക്കില്ല. ഇപ്പോൾ ഇതൊക്കെ അമ്മ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഹീറോ വരുന്നത്. എന്നാൽ അച്ഛന് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. മകന്റെ മരണത്തിൽ ഹീറോ മനഃപൂർവ്വം കൊന്നതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഹീറോ അവൻ മരിച്ചെന്നുള്ള കാര്യം വിശ്വസിക്കുന്നത് പോലുമില്ല. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ നോക്കാൻ അവൻ്റെ അമ്മ പറയുമ്പോൾ ഹീറോ അസിസ്റ്റന്റിനോട് നോക്കാനായി ഏൽപ്പിച്ചു. അസിസ്റ്റന്റ് പൾസൊക്കെ നോക്കുമ്പോൾ സുപ്രധാന ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ശരീരം തണുത്തതായിട്ട് കാണിക്കുന്നു. മരിച്ചിട്ട് കുറഞ്ഞത് 10 മണിക്കൂറെങ്കിലും ആയിരിക്കും. ഇന്നലെ രാത്രി എന്നെ കൊന്നതിനുള്ള ശിക്ഷയായിട്ട് കർമ്മമാണ് ഇവന് കിട്ടിയെന്ന് എന്നാകും ഹീറോ പറയുന്നത്. എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് ഞാനല്ല ഇവനെ കൊന്നത്. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ രാത്രി അവൻ എനിക്ക് മരിക്കുന്നതിന് മുന്നേ കോൾ ചെയ്താന്ന് പറഞ്ഞ തെളിവുകൾ കാണിച്ചു. എന്നിട്ട് മൂത്ത മകൻ എന്ന നിലയിൽ അവനെ കർമ്മം ചെയ്യാനായിട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മോട്ട് തന്നെ സമ്മതിച്ചില്ല. അവൻ ഉണർന്നത് സത്യം വെളിപ്പെടുത്തിയാൽ എല്ലാം പോയെന്ന് കരുതി അമ്മ ഹീറോയോട് അവൻ ജീവിച്ചിരുന്നപ്പോൾ പോലും നീ കൂടെ നിന്നില്ല. നീ കൊണ്ടുപോയാൽ എൻ്റെ മകന് ശാന്തി കിട്ടില്ലെന്ന് പറഞ്ഞ ഹീറോ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നിരുന്നാലും ഹീറോയ്ക്ക് ഒരു ഡൗട്ട്. അവർ കാണിക്കുന്നതെല്ലാം ഒരു നാടകമല്ലേ എന്ന് അസിസ്റ്റന്റിനോട് ചോദിച്ചു. ഇവിടെ ലൂയങ് റോങ് ഫാമിലിയിലേക്ക് പുറപ്പെടുകയാണ്. അതേസമയം ഹീറോ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ വീട്ടിലേക്ക് എത്തി മുത്തശ്ശനോട് കൊച്ചുമകളെ വിവാഹം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശൻ അവൾ റോങ് ഫാമിലിയിലേക്ക് യങ് മാസ്റ്ററെ വിവാഹം ചെയ്യാൻ ഇപ്പോഴാണ് പോയത്. അതിനവൻ മരിച്ചെന്ന് കേട്ടപ്പോൾ മുത്തശ്ശനാകെ ഷോക്കായി. ഹീറോയും അവൻ അവളെ വിവാഹം ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം ഇറങ്ങുകയാണ്. അങ്ങനെ ലൂയങ് റോങ് ഫാമിലിയിലെത്തി. യങ് മാസ്റ്ററിനെ വിവാഹം ചെയ്യാനാണ് വന്നെന്ന് പറയുമ്പോൾ അതിനെന്റെ മകൻ മരിച്ചു പോയല്ലോ എന്നമ്മ പറയുമ്പോൾ അയാൾ മരിച്ചു പോയോ? കാരണം ഇവൾ പേര് കേട്ട കുടുംബത്തിൽ മരുമകളായി വന്നാൽ ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുമല്ലോ. എന്റെ മുത്തശ്ശനെ പിന്നെ എങ്ങനെ നോക്കും? അത് നടക്കാൻ പാടില്ലെന്ന് കരുതി അവൾ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാം. എൻ്റെ മുത്തശ്ശന് ഞാനൊരു വാഗ്ദാനം നൽകിയതാണ്. ഒരിക്കലും ആ വാഗ്ദാനം ലംഘിക്കാനും പാടില്ല. യങ് മാസ്റ്റർ മരിച്ചു പോയെങ്കിൽ എന്താ? കുഞ്ഞിലെ നിശ്ചയം കഴിഞ്ഞതല്ലേ, വിധവയായി ഇരുന്നു കൊള്ളാം. എന്നാൽ അപ്പോഴേക്കും ഹീറോയുടെ ആൾക്കാർ വന്ന് സ്വയം മരിച്ചവർക്ക് ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് ചാട്ടവാറ എടുത്ത് അവരോട് മാറാനായി പറഞ്ഞ് അവരും യങ് മാസ്റ്ററുടെ മേൽ ഉണ്ടായ തുണിയൊക്കെ മാറ്റി 30 ചാട്ടവാറ അടി കൊടുത്തു. ജീവനുള്ളവർക്ക് തന്നെ കാണുമ്പോൾ വേദനാജനകമായിരിക്കും. എന്നാൽ ആ അടിയിൽ അവന് പാതി ബോധ്യമെങ്കിലും വന്നിട്ടുണ്ടാകും. ഇവളും കുറെ അടിക്കൊണ്ട് വിഷമത്തിൽ അവനെ തൊടാനായി പോയപ്പോഴാണ് അവൻ അവളുടെ കൈ പിടിക്കുന്നത്. അപ്പോൾ മരിച്ചിട്ടില്ലല്ലേ, ആൾക്കാരെ വെറുതെ പറ്റിക്കുകയായിരുന്നോ എന്നവൾ ചോദിക്കുമ്പോൾ അമ്മ അവനെ കാണിക്കാൻ ചെയ്ത പണിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ ഇതിനം തന്നെ ആ ശവസംസ്കാര ഭവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാഹനം ഇതിനകം തന്നെ വാതിൽക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അമ്മ ഇവൾ കാരണമാണ് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വേലക്കാരിയെ കൊണ്ട് മുകളിൽ നിന്ന് തുണി വെച്ച് അവളെ കൊല്ലാനായി ശ്രമിച്ചു. എന്നാൽ കറക്റ്റ് ടൈമിൽ ഹീറോ എത്തി. ഒരു കത്തി വലിച്ചെറിഞ്ഞ് ആ തുണി മുറിക്കുന്നു. അവർ അവളെ താഴേക്ക് ഇട്ടതും ഹീറോയാകും ഒരു കുഴപ്പം കൂടാതെ രക്ഷിക്കുന്നത്. പക്ഷെ അവൾക്ക് ബോധം പോയപ്പോൾ ഹീറോയാകും ശ്വാസം കൊടുത്തത്. പക്ഷെ മരിച്ചു കിടന്ന യങ് മാസ്റ്റർ ഇത് കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല. അവൾ എൻ്റേതാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവൾക്ക് ബോധം വരുമ്പോൾ അല്ല നിങ്ങളെന്താ ഇവിടെ, ഇത് റോങ് ഫാമിലി ആണെന്ന് പറയുമ്പോഴാണ് ഹീറോയും റോങ് ഫാമിലിയിലുള്ള ആളാണെന്ന് അറിയുന്നത്. സോ അവളെ അവിടുന്ന് കൊണ്ടുപോകാൻ ഹീറോ വയ്യാതെ അഭിനയിച്ച് ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് ഞാൻ വന്നത് വിവാഹം കഴിക്കാനാണ്, പക്ഷെ എൻ്റെ പാതി ജീവൻ പോയി. എന്നാൽ നീ കെട്ടാൻ പോകുന്നവൻ മരിച്ചു പോയെന്ന് ഹീറോ പറയുമ്പോൾ ആര് പറഞ്ഞു, ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ നിങ്ങൾക്ക് വിവാഹം നടത്താൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വ്യാജമരണം സൃഷ്ടിച്ചത്? പിന്നെ പോരാത്തിന് എന്നെ കൊല്ലേണ്ട കാര്യമില്ല. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ഇത്രയും നേരം നിന്ന യങ് മാസ്റ്റർ ഇതെപ്പോ കിടന്നു. ഹീറോ ഉള്ളത് കൊണ്ട് ഇവൾ അസംബന്ധം പറയുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ അവൻ മരിച്ചൊന്ന് ഒന്ന് പരിശോധിച്ചു നോക്കെന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ പേടി കൂടി. നിനക്ക് കണ്ടൂടെ അവൻ മരിച്ചു കിടക്കുന്നത്? അവൻ മരിച്ചു പോയി, പിന്നെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും?
അവൻ്റെ പാരൻസ് അവൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ നമുക്ക് ആ ആഗ്രഹം നിറവേറ്റാം. നോക്കെൻ്റെ പരിക്കാണ്, എനിക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഞാൻ അധികകാലം ജീവിക്കില്ല. എൻ്റെ ഉത്തരവാദിത്തം നിങ്ങളിലായിരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ യങ് മാസ്റ്ററെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ടാകും. സോ അസിസ്റ്റന്റിനോട് അവനെ കൊണ്ടുപോകുന്നത് വരെ ഇവിടെ ഉണ്ടാകണമെന്ന് ഏൽപ്പിച്ചു. ഹീറോ ഇവളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൾ എന്തുവെന്ന് വെച്ചാലും കാറിൽ കയറുന്നില്ല. കാരണം അവൾ റോങ് ഫാമിലിയിലെ വിവാഹം കഴിക്കാനാണ് വന്നത്. ഇപ്പോൾ വിവാഹം നടന്നില്ല. അപ്പോൾ ഹീറോ, ഞാനും റോങ് ഫാമിലിയിലെ അംഗമാണ്, എന്നെ വിവാഹം കഴിച്ചാൽ പോരെ? നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? പഴയ യജമാന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകില്ല. ഇത് കേട്ടതും ഇവൾ അവനെ ചുറ്റും നോക്കി. അല്ല, നീ ഏത് ബാച്ചിൽ പെടും? മുത്തശ്ശൻ ആ മാസ്റ്റർ എന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ടിരുന്നു. വിവാഹ നിശ്ചയം നടത്താൻ റോങ് ഫാമിലിയാണ് എത്തിയത്. ഇത് ആരാണ് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവിടെ മുത്തശ്ശനാകും പറഞ്ഞത്. ആ സമയത്ത് മിസ്റ്റർ ഡായും മിസ്റ്റർ റോങ്ങും വഴക്കിട്ടപ്പോൾ എൻ്റെ മുത്തശ്ശൻ ഒന്നും മിണ്ടിയില്ല. 9ാം മാസ്റ്റർ ഡായുടെ എല്ലാ പിന്തുണക്കാരെയും കൊന്നിരുന്നു. എന്നിരുന്നാലും നമ്മളാണ് ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവരായതിനാൽ നമുക്ക് വിവാഹം കഴിക്കാം. റോങ് ഫാമിലിയിലെ ആരായാലും വിവാഹം ചെയ്താൽ പോരെ എന്ന് പറഞ്ഞതുകൊണ്ട് ഹീറോയും അവളും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ഹീറോ അവളെ കാട്ടു വയസ്സിന് മൂത്ത ആളാണെന്ന് അറിയുന്നത്. അതിനെന്താ, മുത്തശ്ശനെ രക്ഷിക്കുക എന്നതല്ല നിന്റെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയില്ലേ? അങ്ങനെ അവർ വീട്ടിലെത്തിയതും അസിസ്റ്റന്റ് വന്ന് അവിടെ മുത്തശ്ശനെ മിസ്റ്റർ ഡാ തട്ടിക്കൊണ്ടു പോയ കാര്യം അറിയിക്കുന്നു. അതായയുടെ മകനെ കൊണ്ടുപോയതിനുള്ള പ്രതികാരമാണ്. അവളും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഹീറോ, വിഷമിക്കേണ്ട, മുത്തശ്ശന് ഒരു പരിക്കുമേൽക്കാതെ കൊണ്ടുവരും എന്ന് ഉറപ്പ് നൽകി. മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇറങ്ങുമ്പോഴാണ് വീടിന് മുന്നിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേട്ട് നോക്കുമ്പോൾ അവിടേക്ക് ഹീറോയുടെ മുത്തശ്ശൻ വരുന്നു. അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ വന്നത് തന്നെ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു അത്രേ. നിങ്ങളുടെ അച്ഛൻ തിരിച്ചു വന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അവന് നല്ല സങ്കടമുണ്ട്. 9ാമത്തെ മാസ്റ്റർ ഫാമിലി നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. സഹോദരന്മാർ പരസ്പരം എതിർക്കുന്നതും പരസ്പരം കൊല്ലുന്നതും മൂത്ത ചെറുമകന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇത് കേട്ടതും അവളല്ല, അവർ എന്തിനാണ് നിങ്ങളുടെ അടുത്തേക്ക് കരയാൻ വന്നത്? ഹീറോ പറയുന്നത് നല്ല വ്യക്തിയായത് കൊണ്ടാകാം. മുത്തശ്ശൻ അവനു വേണ്ടി പരാതിപ്പെടുന്നത് റോങ് കുടുംബത്തിലെ പൂർവികരെയാണ് മുത്തശ്ശൻ സ്വപ്നം കണ്ടത്. പൂർവികരെത്തി, അവർ ചിങ്ഷോങ്ങിനെ തിരിച്ചയച്ചു എന്നൊക്കെ ഒരു നാടകമായിരിക്കും അവിടെ നടത്തിയത്. പൂർവികരുടെ ക്ഷണത്തിന് നന്ദി അപ്പോഴേക്കും അവിടേക്ക് യങ് മാസ്റ്റർ ഓടിയെത്തുന്നു. അന്നേരം അവൻ ലൂയിങ്ങിനെ കണ്ടതും, അല്ല നീ എന്താ ഇവിടെ? അവൾ എൻ്റെ ഫിയാൻസിയാണെന്ന് പറയുമ്പോൾ, നീ മരിച്ചതല്ലേ? നീ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായതെന്ന് ഹീറോ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചു. ഇവൻ എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ, നിങ്ങളെ കാണാൻ വന്ന ദിവസം ഹീറോ കൃത്യസമയത്ത് എത്തില്ലായിരുന്നെങ്കിൽ അന്ന് എൻ്റെ ശവമെടുപ്പായിരിക്കും എടുക്കാൻ പോകുന്നത്. നീ മരിച്ച നിമിഷം മുതൽ ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പിന്നെങ്ങനെ എന്നെ മോഷ്ടിച്ചെന്ന് പറയാനാകും? ഹീറോ മോശമായി പറഞ്ഞതിനാൽ മുത്തശ്ശൻ അവനോട്, നിന്റെ അങ്കിളിൻ്റെ നല്ല ദിവസമാണിന്ന്. അമ്മാവനും അമ്മായിക്കും കുമ്പിട്ട് തലകുനിച്ച് അവരോട് വേഗം മുട്ടുകുത്തി മാപ്പ് പറയാനായിട്ട് പറഞ്ഞു. മുത്തശ്ശനും എല്ലാവരും ഹീറോയെ വണങ്ങുന്നത് കാണുമ്പോൾ അവൾക്ക് തന്നെ ഷോക്ക്. എല്ലാം കൂടി കറക്കി നോക്കുമ്പോഴാണ് അറിയുന്നത് ഹീറോ ആണ് റോങ് ഫാമിലിയിലെ തലവനെന്ന്. ഇതെന്താ എന്നോട് നേരത്തെ പറയാണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇവന് ഹീറോയുടെ നല്ല ദേഷ്യം കാണും. തൻ്റെ പ്രതിശുദ്ധവരനെ മോഷ്ടിച്ചതിൽ ക്വീൻ രാജവംശത്തിലെ ജിങ്ഷുവിനെ വിവാഹം കഴിക്കുമെന്ന് മനസ്സിൽ പറയുന്നു. അവനെ കൊണ്ടു പോകുന്നതിന് മുന്നേ ഹീറോ ഒരു ഉപദേശം കൂടി കൊടുത്തു. എന്തെങ്കിലും ഇനി തെറ്റ് സംഭവിച്ചാൽ ഞാൻ നിങ്ങളുടെ ജീവൻ ഇനി തിരിച്ചെടുക്കും. ഇത്തവണ വെറുതെ വിട്ടു. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിനാൽ മുത്തശ്ശൻ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അവർ പോയപ്പോൾ ഹീറോ അവളെ കിസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒട്ടും നടക്കുന്നില്ല. ഉമ്മ തന്നാലേ മുത്തശ്ശനെ കണ്ടെത്താൻ പറ്റൂ എന്ന് പറഞ്ഞതിന് ഹീറോ അവൾ കിസ് കൊടുത്തു. അങ്ങനെ ഹീറോ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ ഇവൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ കഴുത്തിൽ അന്നവർ ചുറ്റിയ പാട് കാണും. അതെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം. അബദ്ധവശാൽ റോങ് ഫാമിലിയിലെ ആളെയാണ് വിവാഹം കഴിച്ചത്. അത് പ്രശ്നമാകോ എന്നവൾ സ്വയം പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഹീറോ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവൾ മുത്തശ്ശനോട് വിവാഹം കഴിക്കാൻ റോങ് ഫാമിലി ചെന്ന കാര്യം അവൾക്ക് പറ്റിയ കഥകൾ പറയുമ്പോൾ മുത്തശ്ശൻ അന്ന് റോങ് ഫാമിലി മാസ്റ്ററിന് വാക്കു കൊടുത്തതാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നത് നടന്നു. ഹീറോയും മുത്തശ്ശന് കോഫിയെ കൊണ്ടുവന്ന് ഇനി നമ്മൾ ഒരേ ഫാമിലിയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അതൊട്ടും ഉൾക്കൊള്ളുന്നില്ല.
റോങ് കുടുംബത്തിന് കർശനമായ നിയമങ്ങളുണ്ട്. എനിക്കൊരു അപവാദം ഉണ്ടാക്കരുത്. അപ്പോൾ അവൾ ഹീറോയോട് കുറച്ചുനേരം പുറത്തു നിൽക്കോ, എനിക്ക് മുത്തശ്ശനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അവൾക്ക് മുത്തശ്ശൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സുരക്ഷിതം സന്തോഷമായി ഇരിക്കണമെന്നാണ് അവൾക്ക് ആഗ്രഹം. യങ് മാസ്റ്റർ ഒരു ക്രൂരനായ ഒരാളാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കൃത്യസമയത്ത് ഹീറോ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഹീറോയെ പൊക്കി പറയുമ്പോൾ ഇതെല്ലാം ഹീറോ മാറി നിന്ന് കേൾക്കുന്നുണ്ടായി. തന്നെ കെട്ടിയതിൽ അവൾക്ക് സന്തോഷമാണെന്നറിഞ്ഞതിൽ അന്ന് രാത്രി രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയാണ്. പിറ്റേന്ന് അവൾ എഴുന്നേറ്റ് വരുമ്പോൾ മുത്തശ്ശൻ അവിടെങ്ങും കാണുന്നില്ല. അപ്പോൾ ഹീറോ മുത്തശ്ശൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു. അതിൽ മുത്തശ്ശൻ എഴുതിയിരിക്കുന്നത് മുത്തശ്ശൻ നാട്ടിലേക്ക് പോവുകയാണ്. ഹീറോ നല്ലൊരാളാണ്. നീ കണ്ണുനീർ പൊഴിച്ചാലും നീ എത്ര കഷ്ടപ്പാട് അനുഭവിച്ചാലും മുത്തശ്ശനാകും 1000 മടങ്ങ് കൂടുതൽ വിഷമം തോന്നുക. മുത്തശ്ശൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിങ്ക് ടൗണ് ഇവിടെ നിന്ന് ഞാനും തമ്മിൽ വെറും 2 മണിക്കൂർ മാത്രമാണ് അകലം. അവളെ വിഷമത്തിലാകും കത്തെഴുതിയിരിക്കുന്നത്. വായിച്ചു തീരുമ്പോൾ അവൾക്ക് തന്നെ വിഷമം കാണും. അപ്പോൾ ഹീറോ അവളെ സമാധാനിപ്പിക്കാനായിട്ട് അതിന് നിനക്ക് വീട്ടിലേക്ക് പോകാൻ ഇതിനകം തന്നെ ദൂരമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ അവൾ ഹീറോയെ തള്ളി മാറ്റി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ മുത്തശ്ശനിൽ നിന്ന് വേർപിരിയാൻ കഴിയില്ലായിരുന്നു. മുത്തശ്ശനെ എന്നെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വിഷമം. എൻ്റെ വിവാഹത്തെക്കുറിച്ചും അദ്ദേഹം എപ്പോഴും ആശങ്ക. ബുദ്ധിയുള്ളൊരു ഭർത്താവിനെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. മുത്തശ്ശനെ ധൈര്യപ്പെടുത്താൻ ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് പറയുകയാണ്. ശേഷം ഹീറോയുടെ വീട്ടിൽ മീൻ പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഹീറോയുടെ ഗാർഡിനെ ശ്രദ്ധ തിരിച്ചു മാറ്റി ഹീറോയുടെ 7ാമത്തെ അങ്കിൾ അവൻ്റെ വീട്ടിലേക്ക് വന്ന് കുഴിച്ചിട്ട സ്വർണ്ണത്താവളൊക്കെ എടുക്കുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇത് ഹീറോയിൻ കാണുകയും കള്ളനാണെന്ന് കരുതി അടിച്ചു നേരെ ഹീറോയുടെ മുന്നിലെത്തിക്കുകയാണ്. ഹീറോ അങ്കിൾ എന്തിനാണ് വന്നെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മീൻ കൊണ്ടുവരാൻ വന്നതാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, 100 കണക്കിന് ആളുകൾ ഇവിടെ മീൻ പിടിച്ച് കൊണ്ടുവരും. നിങ്ങൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ ഞാൻ പോവേണ്. നിന്റെ ഭാര്യനെ അടിച്ചു, നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അതിനവളൊരു കള്ളനാണെന്ന് കരുതിയിട്ടാണ് അടിച്ചതെന്ന് പറയുമ്പോൾ സോ അടിച്ചതിന് പണം ചോദിച്ചു. അപ്പോൾ ഹീറോ അവളെ എന്തുകൊണ്ടാണ് അടിച്ചത് അത് കൊണ്ടുവരാനായി പറഞ്ഞു. ആ പൂക്കൾ വെച്ച് പണം തരില്ല, വേണമെങ്കിൽ ഇത് വെച്ച് തിരിച്ചടിച്ചെന്ന് പറയുമ്പോൾ അയാളും വേണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ശേഷം അവൾ മുത്തശ്ശനെ വീഡിയോ കോൾ ചെയ്യുന്നു. അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 6 മാസത്തിനുള്ളിൽ നീ 30 തവണ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു വൃദ്ധനായ എന്നെ കുറച്ച് സമാധാന സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. മിസ് ചെയ്താൽ വിളിച്ചാൽ മതി, വീട്ടിലിടയ്ക്കിടയ്ക്ക് വരരുത്, മാസത്തിലൊരിക്കൽ വന്നാതിയെന്ന് പറഞ്ഞ് കോള് കട്ടാക്കുമ്പോൾ യങ് മാസ്റ്റർ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു. അവൻ കരുതും അവളെ കണ്ട് അസൂയ മൂത്ത് കാണും. പക്ഷെ അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അവളിപ്പോൾ ഒരു കോടീശ്വരനാണല്ലോ കെട്ടിയത്. ഇത് കണ്ട് ഞാൻ എന്തു വേണം? അപ്പോഴേക്കും ഹീറോയുടെ മെസ്സേജ്, മൂപ്പന്മാരോടൊപ്പം അത്താഴത്തിന് പോകാൻ ഇന്ന് രാത്രി 8 മണിക്ക് വീട്ടിലെത്താനായിട്ട് പറയുന്നു. അങ്ങനെ അവൾ അവളുടെ വണ്ടി എടുത്തു പോകുമ്പോൾ ആരോ കുറുക്കെ വണ്ടി നിർത്തുന്നു. അതും മറ്റാരുമല്ല, യങ് മാസ്റ്ററാണ്. അവൻ അവളെ ചൊറിയാനാണ് വന്നത്. നീ ഒരു നിഷ്കളങ്ക സ്ത്രീയാണ്, ഞാൻ നിന്നെ ശരിക്കും തെറ്റായി കണ്ടോ? നീ ക്യാഷിന് വേണ്ടിയല്ലേ അയാളെ കെട്ടിയെന്ന് പറഞ്ഞ് അവളുടെ വണ്ടിയിൽ ലൊക്കേഷൻ ട്രാക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടത് ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞ് അവൾ വണ്ടിയെടുത്തു പോയി. ഇവളും കുറച്ച് ദൂരം പോയപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ വണ്ടിയിൽ ലൊക്കേഷൻ ട്രാക്ക് വെച്ചിട്ടുണ്ട്. സോ അതെടുത്ത് വേറൊരു വണ്ടിയിലേക്ക് അവൾ ഇടുകയാണ്. ഇവിടെ ഇവൻ ഫ്രണ്ട്സിന് വെച്ച് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരുത്തനെ കിട്ടിയത് റോസ്റ്റഡ് ഡക്ക് റെസ്റ്റോറൻറ്റിലാണ് അത്രേ. പക്ഷേ ഓരോരുത്തർക്ക് പല ലൊക്കേഷനാണ് കിട്ടുന്നത്. എന്തോ പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അവസാനം അവൾ ലൊക്കേഷൻ ട്രാക്ക് ഇട്ട വണ്ടി ഇവർ കണ്ടെത്തുന്നു. അപ്പോൾ അവൾ പോയത് ആ കിളവനെ കാണാനാകും. അവൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ അവളെ ബ്ലോക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഇവിടെ ഇവൾ ഹീറോ വരുന്നത് വരെ മുത്തശ്ശൻ്റെ വീട്ടിലാകും. ഹീറോയെ വിളിക്കുമ്പോൾ ഹീറോ അവളോട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞതിനാൽ അവൾ വണ്ടിയെടുത്ത് ഇറങ്ങും. പോകുമ്പോഴൊക്കെ ഹീറോയുമായി സംസാരിച്ചിട്ടാകും പോവുക. അന്നേരം അവൾക്ക് മുന്നിൽ യങ് മാസ്റ്ററും ഫ്രണ്ട്സും കൂടി അവളെ ബ്ലോക്ക് ചെയ്തു. ഹീറോ കോളിലുള്ളത് കൊണ്ട് അറിയാനും സാധിച്ചു. ഇവരും അവളെ തടയുമ്പോൾ താൻ റോങ് ഫാമിലിയിലെ മാസ്റ്ററിന്റെ ഭാര്യയാണെന്ന് പറയുമെങ്കിലും അവർ ആരും വിശ്വസിക്കുന്നില്ല. യങ് മാസ്റ്ററുടെ പിന്നാലെ നടക്കുന്ന പെണ്ണാണോ എന്ന് കരുതിട്ടാണ് അവർ ഇവിടെ തടഞ്ഞത്. റോങ് കുടുംബത്തിലെ തലവന്റെ ഭാര്യ എന്താ ബൈക്കിൽ, അംഗരക്ഷകനൊന്നുമില്ലേ, അതൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോഴേക്കും യങ് മാസ്റ്റർ എത്തി. നീ ആദ്യം നിന്റെ അങ്കിളിനെ കൊല്ലാൻ നോക്കി, ഇപ്പോൾ എന്നെയാണോ കൊല്ലാൻ നോക്കുന്നത്?
നിന്റെ കഷ്ടകാലമാണ് തുടങ്ങാൻ പോകുന്നത്. നിന്റെ അങ്കിൾ ഏത് നിമിഷം ഇവിടെ എത്തും. എന്നെ തൊട്ടെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് തന്നെയായിരിക്കും പ്രശ്നം. പക്ഷെ അവൻ പറയുന്നത്, അങ്കിൾ നിന്നെ അത്ര കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് വിടോ, നീ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ എവിടെയാണെന്ന് പറയും. എന്നാൽ കോൾ ചെയ്യുമ്പോൾ ഹീറോ നല്ല കൂളായിട്ടായിരിക്കും അവളോട് സംസാരിക്കുക. പക്ഷെ ഒന്ന് തിരിയുമ്പോൾ ഹീറോ അവർക്ക് മുന്നിൽ തന്നെ ഉണ്ടാകും. പറ, എങ്ങനെ മരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവർ തമാശയ്ക്ക് ചെയ്തതാണെന്നാണ് പറയുക. ഇവളും ഹീറോയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ അവളെ തടഞ്ഞു വെക്കുന്നു. എന്നാൽ അവൻ്റെ കൂട്ടുകാരൻ തന്നെ അവൻ അടിച്ചു വീഴ്ത്തി അവളെ രക്ഷപ്പെടുത്തുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അവൻ കള്ളം പറഞ്ഞിട്ട് കൊണ്ടാണ് ഇവർ വന്നത്. അവൾ ഹീറോയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞാൽ അവനൊപ്പം നിൽക്കില്ല. ഹീറോയുടെ സഹായം കൊണ്ടാണ് ഈ 3 പയ്യന്മാർ 3 തലമുറകളോട് ജീവിക്കുന്നത്. ഇവനും ഹീറോ അവളെ വിടാൻ വേണ്ടി തന്നെ ഇവൾ നിങ്ങളുടെ സമ്പത്തും അധികാരവും മാത്രമാണ് നോക്കുന്നത്. അവൾക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ട് സ്നേഹമൊന്നുമില്ല. ഇത് ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ്, നീ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഹീറോയും അവൾ കാറിലേക്ക് കയറി അവനെ കാറിടിപ്പിച്ചു. ശേഷം ഹീറോ അവനങ്ങനെ പറഞ്ഞതുകൊണ്ട് അവളോട് തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഹീറോയുടെ വീട്ടിൽ ഒരു ലേഡി വന്നിരിക്കുന്നു. ഹീറോ വരാൻ വൈകുന്നത് കൊണ്ട് അസിസ്റ്റന്റ് പിന്നെ കണ്ടാൽ പോരെന്ന് പറയുമ്പോൾ അവർ പോകുന്നില്ല. ആ ലേഡി ഹീറോയുടെ ഫ്രണ്ടാകും. ഹീറോ വരുമ്പോൾ തന്നെ അവൻ്റെ കൈ പിടിച്ച് സംസാരിക്കുമ്പോൾ ആ ലേഡിയുടെ ഒരുമാതിരി പെരുമാറ്റമൊന്നും ഹീറോനൊട്ട് പിടിക്കുന്നില്ല. സോ ഇത് കാണുന്ന ഹീറോ, ഇതെൻ്റെ ഭാര്യയാണ്, ഇനി നിങ്ങളിവിടെ അധികം നേരം നിൽക്കണ്ട, ഇവൾക്ക് നല്ല ദേഷ്യം കൂടുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം എന്ത് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാകും ഇവിടെ ഹീറോനെ എഴുന്നേക്കുന്നത്. എന്ത് സൗണ്ടാണെന്ന് പറഞ്ഞു വരുമ്പോൾ അന്ന് വന്ന 7th അങ്കിൾ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഭക്ഷണം അയാൾക്കൊട്ടും പിടിക്കുന്നില്ല അത്രേ. ഇവളും വന്ന്, അങ്കിൾ വേറെ എന്താണ് കഴിക്കാൻ വേണ്ടത്, കൂടുതൽ ഉണ്ടാക്കി തരാം, അയാൾ വേഗം കൊണ്ടുവാ, ഇല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ നിങ്ങളുടെ കുടുംബ പേരും ചീത്തപ്പേരുണ്ടാക്കും. അപ്പോഴേക്കും അവിടെ ഹീറോ എത്തി. എന്താ അങ്കിൾ പതിവില്ലാതെ ഇവിടെ? കൂലിന കുടുംബത്തിലെ പയ്യന്മാരെയും റോങ് കുടുംബത്തിലെ യങ് മാസ്റ്ററെ നീ മോശമായിട്ട് പെരുമാറുന്നു കേട്ടല്ലോ. പോരാത്തേന് അവൻ്റെ കാലും ഒടിച്ചു. ഇത് ചെയ്യാൻ നീ ആരാണ്? ഞാൻ ആരാണ് നിങ്ങൾക്കറിയില്ലേ, പറഞ്ഞു തരാമെന്ന് ഹീറോ ഭീഷണി മുഴിക്കതും അയാൾ അവിടുന്ന് പേടിച്ചു പോവുകയാണ്. ശേഷം ആ യങ് മാസ്റ്ററെ ഒരു ചാക്കിൽ കെട്ടി ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ആൾക്കാരടിക്കുന്നു. ആ കൊട്ടേഷൻ കൊടുത്തത് മറ്റാരുമല്ല ഹീറോയിനാകും. ഹീറോ അവനെ വെറുതെ വിട്ടത് കൊണ്ട്. എന്നാൽ ഈ വിവരം ഹീറോ അറിയുമ്പോൾ അവനൊന്ന് ഷോക്കായി. എന്നിരുന്നാലും അവൾ കൊട്ടേഷൻ കൊടുക്കുന്നതിൽ ഒന്നും ചെയ്യണ്ട, ചോദിക്കാനെങ്ങാനും വന്നാൽ നമുക്കും പറയാനുണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ആ 7th അങ്കിൾ യങ് മാസ്റ്ററിൻ്റെ പാരൻസിനെ കണ്ട് ഹീറോയുടെ വിവാഹം നടക്കുന്ന ദിവസം അവൻ കുടിക്കുന്ന വൈനിൽ വിഷം ചേർക്കാനായി പറയുന്നു. എന്നാലാണ് നിങ്ങളുടെ മകന് മാസ്റ്റർ സ്ഥാനം കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവരും പറയുന്നത് മകൻ വരട്ടെ എന്നാ. അപ്പോൾ മുറിയിൽ നിന്ന് എന്താ സൗണ്ട് കേട്ടു. ഇവനും പേടിച്ച് വാളെടുത്ത് റൂമിലേക്ക് പോയി അലമാരയിൽ 2-3 പ്രാവശ്യം കുത്തി. തുറന്നു നോക്കുമ്പോൾ അത് അവരുടെ മകനാക്കും. മകനെ കുടുംബനാഥനാക്കണമെന്ന് നിങ്ങൾ നിർബന്ധിച്ച് മകനെ കൊന്നല്ലെന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരയുമ്പോൾ ആ അങ്കിൾ അവിടുന്ന് വേഗം ഓടിപ്പോയി. ഇവിടെയാണെങ്കിൽ ഡോക്ടർ ഹീറോയെ ചെക്ക് ചെയ്യുമ്പോൾ അവൾ ഹീറോയെ നല്ലോണം കെയർ ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ വരികയാണ്. ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ എന്ത് പറ്റി, മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ പേടിച്ചായിരിക്കും നിൽക്കുക. അപ്പോൾ ഹീറോ അവളെയും കൂട്ടി ഡോക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഹീറോയ്ക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലായത്. ശേഷം അവളുടെ പൾസ് നോക്കുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അവൾ ഹീറോ ഡെയിലി കഴിക്കുന്ന മരുന്നിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അത് ചുമ്മാതാ എന്ന് പറയുമെങ്കിലും അവൾക്ക് വിശ്വാസമായില്ല. സോ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി വേറെ ഡോക്ടർക്ക് ഹീറോ കഴിക്കുന്ന മരുന്ന് കാണിച്ചതും ഇത് എന്തിനാണ് കഴിക്കുന്നത് ചോദിച്ചു. ഇത് ദിവസേനയുള്ള ടോണിക്കാണ്, പ്രഗ്നൻസി മുമ്പ് എല്ലാ ആണുങ്ങളും കഴിക്കുന്നതാണെന്ന് അറിയുമ്പോൾ ഇവളും ആകെ നാണം കെട്ടു. ശേഷം വീട്ടിലെത്തുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി അവൾ എന്തിനാണ് പോയതെന്ന്. എല്ലാം അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് തന്നെ നാണാവുന്നു. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവർക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ ഹീറോ അവളൊന്ന് ചൊടിയാനായിട്ട് അവളോട്, അതെ 5 വർഷം പോയി, ഇനി നിങ്ങൾക്ക് പ്രസവിക്കേണ്ടെന്ന് ചോദിച്ചതും അവളുടെ വായിൽ നിന്ന് തന്നെ ഹീറോയ്ക്ക് നല്ലത് കിട്ടുകയാണ്. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.